നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പതിവുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. എന്തായിരുന്നു ആ FB പോസ്റ്റ് എന്ന് ഞാൻ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. അതായത് ഒരു പത്രക്കട്ടിംഗ് ആണ്. ആ പത്രക്കട്ടിങ്ങിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ കുറയുന്നതായി കേന്ദ്രം. ന്യൂഡൽഹി: കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കുറയുന്നതായി കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ. ഈ വാർത്തയാണ് VT ബൽറാം പങ്കുവച്ചിട്ടുള്ളത്. അതിന് മേളിൽ VT ബൽറാം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇതെങ്ങനെയാണ് ഇത്തരം ഒരു കണക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിക്ക് പാർലമെന്റിൽ പറയാൻ കഴിയുന്നത്? കേരളത്തിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ കുറയുന്നുണ്ടോ? 2021-22 മുതൽ 2023 മുതൽ 24 വരെയുള്ള 2 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ 201 സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു എന്നത് ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ കൂടി ഉൾപ്പെടുത്തിയാണോ ഈ കണക്കുകൾ എന്നും അറിയില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് VT ബൽറാം ഇട്ട പോസ്റ്റിന് മറുപടിയായിട്ട് ശിവൻകുട്ടിയുടെ മറുപടി ഇങ്ങനെയാണ്: നോക്കൂ ബൽറാമെ സഹോദര, താങ്കളുടെ ഉത്കണ്ഠയ്ക്ക് നന്ദി. പെറ്റി രാഷ്ട്രീയം വേറെ, കേരളത്തിന്റെ പൊതു താല്പര്യം വേറെ. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. ഇത് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കണക്കുകൾ 1992-ൽ DPEP പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച മൾട്ടിഗ്രേഡ് ലേണിംഗ് സെന്ററുകളുമായി, അതായത് MGLC ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം RTA നിലവിൽ വന്നപ്പോൾ ഇവ സ്കൂളുകളായി തുടരാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സെന്ററുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയത്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള സ്കൂളുകളിലേക്ക് സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടിയതായി തെളിയിക്കാൻ സാധിക്കുമോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഇത്തരം ശ്രമങ്ങൾ മനഃപൂർവ്വമാണെന്ന് പറയാതെ വയ്യ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി VT ബൽറാമിന് മറുപടിയായിട്ട് ഇട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത്. സത്യത്തിൽ VT ബൽറാം എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനുമല്ല, LDFന്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസ രംഗം നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. ഹൈടെക് സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. UDFന്റെ ഭരണകാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നല്ലോ സർക്കാർ സ്കൂളുകളൊക്കെ. എത്രയോ സ്കൂളുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അപ്പോ അതൊക്കെ പൊതുവെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ക്യാപ്സ്യൂളുമായിട്ട് ഒരു പത്രക്കുറിപ്പുമായിട്ട് VT ബൽറാം ഇറങ്ങിയിരിക്കുകയാണ്. VT ബൽറാം ഒന്നും അറിയാത്തതുപോലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും VT ബൽറാമിന്റെ ഉദ്ദേശം എന്താണെന്ന് നന്നായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മനസ്സിലായിരിക്കുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഗെടുത്തി കാണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും BJP ഒക്കെ നടത്തുന്ന ആ ഒരു നീക്കത്തിന് എന്തായാലും ഇന്ധനം ഇട്ടുകൊടുക്കുന്ന VT ബൽറാമെ നിങ്ങളെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ വന്ന് പിടിക്കാനായിട്ട് നടത്തുന്ന ശ്രമം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ശ്രമമാണെന്ന് പറയാതെ വയ്യ. നിങ്ങളൊക്കെ സത്യത്തിൽ BJPയെ ഇവിടെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഇന്ധനം ഒഴിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഈ കോഴി കട്ടവന്റെ തലയിൽ പൂട കാണുമെന്ന് പറയാറുണ്ടല്ലോ, ആ പൂട കാണാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പൊ തന്നെ എന്തൊക്കെ പുതിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ എന്താണ് പുതിയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അതായത് സമയക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയാണ്. ഇനി നമ്മുടെ സമയക്രമം ക്രമീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ട് ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തിയ ശേഷം നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറുകയാണ്. അതായത് എല്ലാവരും മുന്നിൽ, അതായത് ഒരാളും ഈ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് അറിയപ്പെടരുത് എന്നൊരു ആശയത്തോടെ രംഗത്തേക്ക് വരികയാണ്. അപ്പോ അങ്ങനെയുള്ള പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു പുതിയൊരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും 5 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകുന്നതിനായി ആഴ്ചയിൽ ഒരു പിരീഡ് മാറ്റിവെക്കും. വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർക്ക് പരിശീലനം നൽകുകയും കൈപ്പുസ്തകം തയ്യാറാക്കുകയും ചെയ്യും. കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, എത്ര മനോഹരമായിട്ടുള്ള ആശയമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മനസ്സിൽ ഉദിക്കുന്നത് അല്ലെ? നല്ല
അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് പറയാതെ വയ്യ. പിന്നെ മറ്റൊരു പുതിയൊരു ഉത്തരവ് കൂടി മന്ത്രി ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു സ്കൂളും മാനേജ്മെന്റ് തർക്കങ്ങളുടെ പേരിൽ അടച്ചിടാൻ അനുവദിക്കില്ല. വിദ്യാർത്ഥികളുടെ അധ്യയനം മുടക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ല. ഇത്തരം സാഹചര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ KER അനുസരിച്ച് സ്കൂളുകൾ അടച്ചിടാൻ മാനേജ്മെന്റിനോ മറ്റു വ്യക്തികൾക്കോ അധികാരമില്ല. KERലെ അധ്യായം 3 റൂൾ 4.1 പ്രകാരം സ്കൂളുകൾ സർക്കാർ അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഏതെങ്കിലും സാഹചര്യത്തിൽ സ്കൂളുകൾ അടച്ചിടാൻ തീരുമാനിച്ചാൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ ലംഘനമായി കണക്കാക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം RT ആക്ട് 2009 അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. ഈ നിയമത്തിലെ അധ്യായം 2 സെക്ഷൻ 3 ഈ അവകാശം ഉറപ്പാക്കുന്നു. മാനേജ്മെന്റ് തർക്കങ്ങൾ കാരണം കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തിയാൽ ഇത് ഈ നിയമങ്ങളുടെ ലംഘനമാകും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്കൂളുകൾ ഏറ്റെടുത്ത് നടത്താൻ സർക്കാരിന് അധികാരമുണ്ട്. ആവശ്യമെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളുടെ കാര്യത്തിൽ ഇത്ര കരുതലാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എന്ന് നോക്കൂ. മാത്രവുമല്ല അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണം, ഇച്ഛാശക്തി, ദൃഢനിശ്ചയം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതാണ്. കേരളം നമ്പർ 1 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കണക്കുകൾ പ്രകാരമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ സംഘിപത്രത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ VT ബലറാമിനെ പോലുള്ള ആളുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവരെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന വികസനങ്ങളായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വികസനങ്ങളാകട്ടെ, അത് വികസനമാണ് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് പറയാൻ രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ തയ്യാറാകണം. നമ്മൾ മലയാളികളല്ലേ, രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മളൊക്കെ നമ്മുടെ നാടിനെ പറ്റി ഓർത്ത് അഭിമാനിക്കുന്നവരല്ലേ. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നാടിനെ ഇകഴ്ത്തി കാണിക്കാൻ വരുന്നവരെ ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. വസ്തുതകൾ തുറന്നു കാട്ടി നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അല്ലാതെ ഇത്തരത്തിലുള്ള ഇകഴ്ത്തലുകൾക്ക് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ മുഴുവൻ ആ ഇകഴ്ത്താൻ നിൽക്കുന്ന ആളുകൾക്കൊപ്പം കൂടെ നിൽക്കുമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണെന്നും മലയാളികൾ പൊളിയാണെന്നും മറന്നു പോകരുത്. അത്തരം ആളുകളെയൊക്കെ കണ്ടം വഴി ഓടിച്ച ചരിത്രമേ മലയാളികൾ കൊള്ളൂ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്തോരം വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ മേഖലയും തകർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തകർക്കാൻ വേണ്ടി UDFന്റെ നേതൃത്വത്തിൽ എത്ര കുപ്രചരണങ്ങളാണ് നടക്കുന്നത്. ആ കുപ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന പോലെ പത്രവാർത്തയെ മുക്കി പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതിന് കേന്ദ്ര സർക്കാരും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും VD സതീശനാണെങ്കിലും അല്ലെങ്കിൽ VT ബലറാം ആണെങ്കിലും ഇവരൊക്കെ സത്യത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ കേരളം ഇപ്പോൾ നേടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ഇതൊക്കെ ഉപകാരപ്പെടുമെന്നതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ പലയിടങ്ങളിലുമൊക്കെ അഭിമാനകരമായിട്ട് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള സാഹചര്യങ്ങളെ കൂടി അത് ഇല്ലാതാക്കാനേ ഇടവെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനാണെങ്കിൽ പോലും ഇമാതിരി വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ, സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള, തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടാതിരിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും VT ബലറാമിന്റെ നല്ല പ്രവർത്തനവും നല്ല പ്രതിബദ്ധതയും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ, ഈ നാടിനോട് പ്രതിബദ്ധതയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ആ നാട്ടിലെ തൃത്താലയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ തോപ്പിച്ച് വീട്ടിലിരുത്തിയത്. എന്തായാലും അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, വേറെ കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് LDF നമ്മുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഓരോ സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ചോദിച്ചറിയുന്ന അത്തരം വിഷയങ്ങൾ, പരാതികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുന്ന ഒരു മന്ത്രിയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നത് V ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് പറയാതെ വയ്യ. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശോഭയുള്ളതായി മാറട്ടെ. ശോഭ കെടുത്താൻ വരുന്ന ആളുകളെ നമുക്ക് ഇങ്ങനെ തന്നെ ഒരുമിച്ച് പ്രതിരോധിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.